വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ രവീന്ദ്ര ജഡേജ വൈസ് ക്യാപ്റ്റനാകും. കരുൺ നായർക്ക് പകരം ദേവദത്ത് പടിക്കലിനെ ടീമിൽ ഉൾപ്പെടുത്തി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, പറയൂ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്യാമ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇന്ത്യൻ ടീമിന് വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ ടെസ്റ്റ് ടീമിനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശുഭ്മാൻ ഗില്ലാണ് ടീമിന്റെ നായകനായുള്ളത്. ശുഭ്മാൻ ഗില്ലിനൊപ്പം ഉപനായകനായി വൈസ് ക്യാപ്റ്റനായി രവീന്ദ്ര ജഡേജയും ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുള്ളത് ഈ ടീമുമായി ബന്ധപ്പെട്ട കരുൺ നായരെ ഈ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഭ്യന്തര ടൂർണമെന്റുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം കരുൺ നായർ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷേ തുടർച്ചയായ ടെസ്റ്റുകളിൽ മികച്ച ഫോം പുറത്തെടുക്കാനാവാതിരുന്നതോടുകൂടിയാണ് കരുൺ നായരെ ടീമിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. പകരം ദേവദത്ത് പടിക്കലിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ദേവദത്ത് പടിക്കലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യമുള്ളത്. മറ്റ് ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗില്ലിനൊപ്പം ജയ്സ്വാൾ, KL രാഹുൽ, ദേവദത്ത് പടിക്കൽ, ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജൂറൽ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം വാഷിംഗ്ടൺ സുന്ദർ, ബുംറ, അക്ഷർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, സായ് സുദർശൻ എന്നീ താരങ്ങളും എന്തായാലും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് യുവ താരങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന ഒരു ടീം, ഒരു നെക്സ്റ്റ് ജനറേഷൻ ടീം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ടീമിനെയാണ് എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ശ്രേയസ് അയ്യർക്ക് ടീമിൽ ഇടം നേടാൻ സാധിച്ചില്ല എന്ന് ഒരു കാര്യം കൂടിയുണ്ട്. ഒപ്പം ഋഷഭ് പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയും ഉണ്ട്. ശ്യാം. യെസ്, എം നിഖിൽ കുമാറാണ് വിശദാംശങ്ങൾ.